ഓൾ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിന്റെ പാർട്ട് 1 നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡെഫിനിഷൻ പഠിച്ചു, ഗോൾ പഠിച്ചു, സ്കോപ്പ് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിന്റെ ഹിസ്റ്ററിയാണ്. എങ്ങനെയാണ് സൈക്കോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് ജനിച്ചത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ സൈക്കോളജിന്റെ ഒരു ഫസ്റ്റ് ഡോക്ട്രിൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഫിലോസഫി ആൻഡ് ഫിസിയോളജിയാണ്. ഓക്കെ, ഫിലോസഫേഴ്സും ഫിസീഷ്യൻസും ആണ് മെയിൻലി ഈ സൈക്കോളജീൻ്റെ ഒരു ബാക്ക് ബോൺസ് എന്ന് പറയുന്നത്. പല ഫിലോസഫേഴ്സും ഫസ്റ്റ് കൺസിഡർ ചെയ്തത് സൈക്കോളജി മെയിൻലി ഒരു ബ്രെയിൻ റിലേറ്റഡ് അല്ലെങ്കിൽ ബോഡി റിലേറ്റഡ്, മെയിൻലി അവർ സോളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സൈക്കോളജിനെ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേറ്റോ, അതായത് 387 BCE, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, അവരൊക്കെ ഗ്രീക്ക് സ്കോളേഴ്സ് ആണ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ എന്ന് പറയുന്നവർ, അവർ മെയിൻലി പറഞ്ഞത്, പ്ലേറ്റോ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ബ്രെയിൻ ആണ് മെയിൻലി മെൻ്റൽ പ്രോസസ്സിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്ലേറ്റോ എന്താന്ന് പറയുന്നത് മെൻ്റൽ പ്രോസസ്സിംഗ് ഒക്കെ മെയിൻലി നടക്കുന്നത് ബ്രെയിനിലാന്ന് പറഞ്ഞു. പക്ഷെ അരിസ്റ്റോട്ടിൽ നേരെ തിരിച്ചു പറഞ്ഞു, അല്ല, അത് ഹാർട്ടിലാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഫസ്റ്റ് നടന്ന, അതായത് എവല്യൂഷൻ ഓഫ് സൈക്കോളജിന്റെ ഫസ്റ്റ് പോർഷനിൽ നടന്ന ഫിലോസഫേഴ്സിന്റെ ഒരു വാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പം ഫിസീഷ്യൻസിന്റെ ഒരു എൻട്രി ആയി. എവിസെന എന്ന് പറഞ്ഞ ഒരു ഫേമസ് പേർഷ്യൻ ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ മെയിൻലി എപ്പിലെപ്സി ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നൈറ്റ് മെയർസ്, പുവർ മെമ്മറി, ഇതൊക്കെ സ്റ്റഡി ചെയ്ത ഒരാളാണ് ഈ എവിസെന എന്ന് പറഞ്ഞ പേർഷ്യൻ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ലേൺ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വെറുതെ മാർക്ക് ചെയ്ത് പോവല്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ്, അതായത് ഒരു ഫിസിയോളജിക്കൽ ബേസിസ്, ഒരു ഫിലോസഫി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സയന്റിഫിക് ഫീൽഡായിട്ട് സൈക്കോളജി മാറിയതെന്നുള്ളതാണ്. ഓക്കെ, മെയിൻലി കണ്ടോ, എവിസെന പഠിച്ചത് എന്തൊക്കെയാണ്? എപ്പിലെപ്സി ട്രീറ്റ്മെന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നൈറ്റ് മെയർസ്, പുവർ മെമ്മറി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 980 AD ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ടൈം എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞപ്പം, അതായത് ഒരു 17th century ഒക്കെ ആയപ്പം, റെനെ ഡെസ്കാർട്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫിലോസഫർ, ആരാണ്? റെനെ ഡെസ്കാർട്സ്. ഓക്കെ, റെനെ ഡെസ്കാർട്സ് ഒരു ഐഡിയ, അതായത് ഡ്യുവലിസം എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ഡ്യുവലിസം? ഡ്യുവലിസം എന്ന് വെച്ചാൽ ഇത് അസേർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൈൻഡും ബോഡിയും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ് ആണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്ത്? മൈൻഡ് ആൻഡ് ബോഡി. അതുവരെ ആളുകൾ വിചാരിച്ച എന്താണ്? ബോഡി ആൻഡ് മൈൻഡ് ഒരു സിംഗിൾ പ്രോസസ് ആണ്. ഇപ്പോൾ പ്ലേറ്റോ പറഞ്ഞതാണെങ്കിലും ഇനി എവിസെന പഠിച്ച കാര്യങ്ങളിലാണെങ്കിലും അവരൊക്കെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ബോഡി ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? മൈൻഡ്. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല, അത് തമ്മിൽ വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുന്നു. ഒരു 17th century ആയപ്പോൾ റെനെ ഡെസ്കാർട്സ് എന്ത് പറഞ്ഞു? ഡ്യുവലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ പറഞ്ഞത്? മൈൻഡ് ആൻഡ് ബോഡി എന്താണ്? രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. അതായത് ഹ്യൂമൻസിനെ ഫോം ചെയ്യുന്ന രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ത്? മൈൻഡ് ആൻഡ് ബോഡി എന്ന് റെനെ ഡെസ്കാർട്സ് പറഞ്ഞു. ഡ്യുവലിസം എന്നാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ പേര്. അപ്പൊ ഡ്യുവലിസം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റെനെ ഡെസ്കാർട്സ്. ഡ്യുവലിസം എന്താണ് പറയുന്നത്? മൈൻഡ് ആൻഡ് ബോഡി ഹ്യൂമൻ എക്സ്പീരിയൻസിനെ ഫോം ചെയ്യുന്ന രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ഓക്കെ, ഇനി അതും കഴിഞ്ഞ് നമ്മുടെ 1774 ഒക്കെ ആയപ്പം ഫ്രാൻസ് മെസ്മർ എന്ന് പറഞ്ഞ ആള് ഹിപ്നോസിസ് അല്ലെങ്കിൽ മെസ്മറിസം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1774 ഫ്രാൻസ് മെസ്മർ. ഓക്കെ, മെസ്മർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഹിപ്നോസിസ് അല്ലെങ്കിൽ മെസ്മറിസം എന്ന് പറഞ്ഞിട്ടൊരു ഫോം, അതായത് ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മെയിൻലി മെൻ്റൽ ഇൽനെസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രാൻസ് മെസ്മർ ഹിപ്നോസിസ് അല്ലെങ്കിൽ മെസ്മറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് ഫോം പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇതിനൊക്കെ ശേഷം സൈക്കോളജി ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീൽഡായി മാറിയത് വില്യം വൂണ്ടിൻ്റെ ഒരു പ്രത്യേക പ്രവൃത്തി കൊണ്ടാണ്. കാരണം വില്യം വൂണ്ടിൻ്റെ സ്റ്റഡീസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അദ്ദേഹം തൻ്റെ സ്റ്റഡീസിലൂടെ ഒരു ഫിസിഷ്യൻ ആയിരുന്നിട്ടും കൂടി വളരെയധികം സ്ട്രൈവ് ചെയ്തിട്ടുണ്ട് എന്ത്? സൈക്കോളജിനെ ഒരു എന്താ ഇൻഡിപെൻഡൻറ്റ് ഫീൽഡാക്കി മാറ്റാൻ. സൈക്കോളജി എന്നുള്ളത് ഫിസിയോളജീൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് പറയാനുള്ളതല്ല, ഒരു സ്റ്റെപ്പ് ഡോട്ടറായിട്ട് പറയാനുള്ളതല്ല, പകരം അതൊരു ഇൻഡിപെൻഡൻറ്റ് ഫീൽഡായി തന്നെ നിലനിൽക്കണം എന്നുള്ള ഉറച്ചതിൽ വില്യം വൂണ്ട് 1879 ജർമ്മനിയിലെ ലിപ്സിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഫോമൽ ലബോറട്ടറി
സൃഷ്ടിച്ചു. അതാണ് വില്യം വൂണ്ടിന്റെ ഏറ്റവും വലിയ സൈക്കോളജിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൈക്കോളജിന്റെ ഹിസ്റ്ററിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് വില്യം വൂണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് എന്ത് സൈക്കോളജി ഇന്ന് കാണുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഫീൽഡ് ആയിട്ട് മാറിയത്. 1879 വൂണ്ട് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? ഫസ്റ്റ് ഫോമൽ ലബോറട്ടറി സൈക്കോളജിയിലെ റിസർച്ചിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫോമൽ ലബോറട്ടറി എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റി, അതാണ് ലിപ്സിക് യൂണിവേഴ്സിറ്റിയിൽ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? ഫസ്റ്റ് ഫോമൽ ലബോറട്ടറി ഫോർ റിസർച്ച് ഇൻ സൈക്കോളജിക്ക് വേണ്ടിയിട്ട്. ഏതാണ് ഇയർ? 1879. ഇത് നിങ്ങൾ മറക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ്. വൺ വേർഡ് ചോദിക്കാനും അതേപോലെ തന്നെ എൻട്രൻസിനാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വില്യം വൂണ്ടിനെ ഓർക്കുമ്പോൾ നിങ്ങൾ ഏത് ഇയർ ഓർക്കണം? 1879. ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഫസ്റ്റ് ഫോമൽ ലബോറട്ടറി ഫോർ റിസർച്ച് ഇൻ സൈക്കോളജിയും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത ആളാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വൂണ്ടിന്റെ മെയിൻ ഒരു ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആയിരുന്നു. ഇത്രയും നേരം നമ്മൾ നോക്കിയതല്ല മെന്റൽ പ്രോസസ്സിങ്, മൈൻഡ്, ബോഡി ഒക്കെ റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ വൂണ്ടിന്റെ സ്റ്റഡീസിൽ വൂണ്ട് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിലാണ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അവെയർനെസ് ഓഫ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നമ്മുടെ അവെയർനെസ്, അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം വൂണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് മെയിൻലി എങ്ങോട്ടാണ്? കോൺഷ്യസിലേക്കാണ്. ഓക്കെ, മെന്റൽ പ്രോസസ്സിൽ നിന്ന്, മൈൻഡ് ആൻഡ് ബോഡിയിൽ നിന്ന് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എവിടെ എത്തി? കോൺഷ്യസ്നെസ്സിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെ സൈക്കോളജി എന്തായി? വൂണ്ടിന്റെ ഈ ഒരു എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ വൂണ്ടിന്റെ ഈ ഒരു ഫോക്കൽ പോയിന്റിന് ശേഷമാണ് സൈക്കോളജിനെ ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയത്. എന്താണ് പറഞ്ഞത്? സൈക്കോളജി ഇസ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്നാണ് സൈക്കോളജിക്ക് മറ്റ് ആസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമൻ കോൺഷ്യസ് എക്സ്പീരിയൻസ് മാത്രമല്ല, ചില ആസ്പെക്ട്സ്, ചില ബിഹേവിയറൽ ആസ്പെക്ട്സും ചില മെൻ്റൽ പ്രോസസ്സിങ്ങും കൂടി ഉണ്ടെന്നുള്ളത് മറ്റ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഫിസിഷ്യൻസും കൂടി കണ്ടെത്താൻ തുടങ്ങിയത്. ഓക്കെ, വൂണ്ടിന്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ജി സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്നത്. സ്റ്റാൻലി ഹാൾ എന്ത് ചെയ്തു? അമേരിക്കയിലെ ഫസ്റ്റ് റിസർച്ച് ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതും 1883 ഓക്കെ, ഇതും നിങ്ങൾ മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജി സ്റ്റാൻലി ഹാള് 1883 അമേരിക്കയിലെ ഫസ്റ്റ് റിസർച്ച് ലബോറട്ടറി ഇൻ സൈക്കോളജി എസ്റ്റാബ്ലിഷ് ചെയ്തു. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ജി സ്റ്റാൻലി ഹാളിനെ ഓർക്കുമ്പോൾ എന്താ ആലോചിക്കണം? 1883. എന്താണ് ജി സ്റ്റാൻലി ഹാൾ ചെയ്തത്? ഫസ്റ്റ് അമേരിക്കയിലെ ഫസ്റ്റ് റിസർച്ച് ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് എവിടെയാണ്? ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ന് നമ്മൾ അറിയുന്ന APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനും മെയിൻ ഒരു കാര്യം വഹിച്ച ഒരു ആളും കൂടിയാണ് ജി സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്നത്. ഓക്കെ, ജി സ്റ്റാൻലി ഹാളിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നുള്ളൊരു കാര്യം ജനിച്ചത് തന്നെ. 1892 ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ജി സ്റ്റാൻലി ഹാൾ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എവിടെ നിന്ന് വന്നു? ഫിലോസഫിന്ന് വന്നു അല്ലേ? ഫിലോസഫിയിൽ വന്ന് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്തായി? ഒരു സയൻസായി മാറി. അതേപോലെ തന്നെ അമേരിക്കയിലും കൂടി എന്തായി? നമുക്കൊരു റിസർച്ച് ലബോറട്ടറി വന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഒരു അസോസിയേഷനും കൂടി വന്നു. അപ്പം നമ്മൾ വന്ന വഴി മറന്നു പോകരുത്. അപ്പം നമ്മൾ നിൽക്കുന്നത് എന്താണ്? ജി സ്റ്റാൻലി ഹാളിൻ്റെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിലാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വില്യം ജെയിംസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വില്യം ജെയിംസ് ഒരു അമേരിക്കൻ ഫിലോസഫറാണ്. വില്യം ജെയിംസിൻ്റെ നമ്മുടെ സൈക്കോളജിൻ്റെ ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ വില്യം ജെയിംസിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1890 സൈക്കോളജിയിലെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആരാണ് പബ്ലിഷ് ചെയ്തത്? വില്യം ജെയിംസ്, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. ഓക്കെ, അപ്പം 16, 17, 18 സെഞ്ച്വറി ഒക്കെ ആയപ്പോൾ എന്തായി? നമ്മുടെ സൈക്കോളജി ഒരു സയൻറ്റിഫിക് ഫീൽഡായിട്ട് വന്നു. കാരണം എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ് നോക്കുന്നത്. ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ പറയുന്ന ചില പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വേരിയസ് ഫീൽഡ് ഓഫ് സൈക്കോളജി ജനിച്ചെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സൈക്കോളജിൻ്റെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം ആണ്. ഓക്കെ, ഇത് തമ്മിൽ ഒരു
മെയിൻ വാർസ് നടന്നിട്ടുണ്ട്. പല ഡിബേറ്റ്സും സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം തമ്മിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രോയിഡിനും അല്ലെങ്കിൽ അതിനുശേഷം വന്ന പല സ്കോളേഴ്സിനും എന്തായി, പല ഫിസീഷ്യൻസിനും അല്ലെങ്കിൽ പല റിസർച്ചേഴ്സിനും സൈക്കോളജി എന്ന ഫീൽഡിനെ കുറിച്ച് ഒന്നും കൂടി പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒന്നും കൂടി റിസർച്ച് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം എന്താണെന്നാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ട്രക്ചറലിസം എമേർജ് ചെയ്തത് എഡ്വേർഡ് ടീച്ച്നർ എന്ന് പറഞ്ഞ ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു സ്കോളറിന്റെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ സ്ട്രക്ചറലിസം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? എഡ്വേർഡ് ടീച്ച്നറുമായിട്ടാണ്. മറന്നു പോകരുത്, എഡ്വേർഡ് ടീച്ചറിനെ എവിടെ കണ്ടാലും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്, അദ്ദേഹമാണ് സ്ട്രക്ചറലിസത്തിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചറലിസം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സൈക്കോളജി മെയിൻലി നമ്മളെ സഹായിക്കുന്നത് കോൺഷ്യസ്നെസ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കോൺഷ്യസിനെ ബേസിക് എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി മെയിൻലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് സ്ട്രക്ചറലിസം പഠിക്കുന്നത്. സ്ട്രക്ചറായിട്ട് നമ്മുടെ മെന്റൽ പ്രോസസ്സിന്റെ മൈൻഡിന് എന്തായി സൈക്കോളജി സ്ട്രക്ചറായിട്ടാണ് പഠിക്കുന്നതെന്നാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ആ പേര് തന്നെ ഉണ്ട്, സ്ട്രക്ചറായിട്ട് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, മെയിൻലി നമ്മുടെ കോൺഷ്യസ് എക്സ്പീരിയൻസിന് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടി അതിൻ്റെ ഫണ്ടമെന്റൽ കോമ്പണൻസിനെ നമ്മൾ പഠിക്കണം. അതായത് സെൻസേഷൻ, ഫീലിംഗ്, ഇമേജസ് ഇതുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ പഠിച്ചാലേ, അതായത് കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സ്ട്രക്ചേഴ്സിനെ പഠിച്ചാലേ കോൺഷ്യസ്നെസ് എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് സ്ട്രക്ചറലിസം മെയിൻലി പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറലിസം മെയിൻലി കോൺഷ്യസ്നെസ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു പ്രത്യേക ടൂളാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? അപ്പം സ്ട്രക്ചറലിസത്തിലെ ഒരു മെയിൻ പോയിന്റ് ആണ്. സ്ട്രക്ചറലിസം പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഫസ്റ്റ് സ്ട്രക്ചറലിസത്തിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ ഇതിൻ്റെ ഒരു ലീഡർ ആരാന്ന് പറയണം. അത് എഡ്വേർഡ് ടിച്ച്നർ ആണ്. അതിനുശേഷം എന്ത് പറയണം? സ്ട്രക്ചറലിസം എന്താന്ന് പറയണം. അതിനുശേഷം നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. അതായത് ഇതിൽ യൂസ് ചെയ്തൊരു മെത്തേഡ്, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ മെയിൻലി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കെയർഫുള്ളി സിസ്റ്റമാറ്റിക്കലി സെൽഫ് ഒബ്സർവേഷനിലൂടെ ഒരാളെ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ മനസ്സിലാക്കുകയാണ്. അതായത് ഞാൻ തന്നെ എൻ്റെ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ മനസ്സിലാക്കിയെടുക്കുക, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സെൽഫിലേക്ക് നോക്കിയിട്ട് കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എൻ്റെ സെൽഫ് ആയിട്ടുള്ള എൻ്റെ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ ഞാൻ മനസ്സിലാക്കുന്ന രീതിയാണ് എന്ത്? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇതും ഡെവലപ്പ് ചെയ്തത് ഏതിലാണ്? സ്ട്രക്ചറലിസത്തിലാണ്. എന്നാൽ ഫങ്ഷണലിസം വന്നപ്പം ഫങ്ഷണലിസ്റ്റുകൾ പറഞ്ഞു, ഇല്ല, നമ്മൾ സ്ട്രക്ചർ പഠിച്ചിട്ട് കാര്യമില്ല, ജസ്റ്റ് സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺഷ്യസ് എക്സ്പീരിയൻസിനെ മനസ്സിലാക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഫങ്ഷൻസിനെ പഠിക്കണം. അതാണ് ഫങ്ഷണലിസം പറയുന്നത്. ഓക്കെ, അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ പേർപ്പസിൻ്റെ ഫങ്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ആര് വന്നു? ഫങ്ഷണലിസ്റ്റുകൾ വന്നു. ഓക്കെ, മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞ വില്യം ജെയിംസിൻ്റെ ഒരു വർക്കിലൊക്കെയാണ് നമ്മൾ ഫങ്ഷണലിസം മെയിൻലി ഉരുത്തിരിഞ്ഞ് വന്നത്. ഓക്കെ, ഈ ഒരു ഫങ്ഷണലിസത്തിൻ്റെ എമർജൻസ് എന്ന് പറയുന്നത് വില്യം ജെയിംസിലൂടെയാണ്. ഓക്കെ, ഫങ്ഷണലിസം മെയിൻലി പറയുന്നത് എന്താന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് തോട്ട്സ് ആണ്. എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് തോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കണം എന്നാണ് ആര് പറഞ്ഞത്? വില്യം ജെയിംസ് ഫങ്ഷണലിസത്തിലൂടെ പറഞ്ഞത്. ഓക്കെ, മെയിൻലി അവരെന്താണ് സെൻസേഷൻ, പെർസെപ്ഷൻ പോലുള്ള സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്യാതെ അവരെന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് മെൻ്റൽ ടെസ്റ്റിങ്ങിലൂടെ, ഡെവലപ്മെൻ്റൽ പാറ്റേൺസിലൂടെ, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിൻ്റെ എഫക്റ്റീവ്നെസ്സിലൂടെ ഈ ജോൺ ഡ്യൂവി അല്ലെങ്കിൽ മെക്കീൻ കാറ്റ്ലെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഫങ്ഷൻസിനെ പഠിക്കാൻ തുടങ്ങി. നമ്മൾ സ്ട്രക്ചറലിസം നോക്കുകയാണെങ്കിൽ വെറും ലബോറട്ടറി റിലേറ്റഡ് ആയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലാണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ സെറ്റിങ്ങിൽ തന്നെ പഠിക്കുന്നത്. പക്ഷേ ഫങ്ഷണലിസം വന്നപ്പോൾ എന്ത് ചെയ്തു? അവരത് അഡാപ്റ്റ് ചെയ്യാൻ, ഓക്കെ, ഒരു റിയൽ ലൈഫ് അഡാപ്റ്റേഷനിലേക്ക് വന്ന ഒരു ഫീൽഡും കൂടിയാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിബേറ്റ് നടക്കും കേട്ടോ. സ്ട്രക്ചറലിസം എന്താണ്? വില്യം വൂണ്ടിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്താണ്? അല്ലെങ്കിൽ എഡ്വേർഡ് ടിച്ച്നറിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്താണ്? അതായത് നമ്മൾ സ്ട്രക്ചറിനെ പഠിക്കണം, മൈൻഡിൻ്റെ ബേസിക് യൂണിറ്റ്സിന് പഠിക്കണം. പക്ഷെ ഫങ്ഷണലിസം എന്ത് പറഞ്ഞു?
ഇല്ല, അത് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഫങ്ഷൻസിനെ പഠിക്കണം, എന്തുകൊണ്ട് അത് നടക്കുന്നു, അതായത് ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോന്റെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ എന്ന് വില്യം ജെയിംസ് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അതാണ് മെയിൻലി ഈ ഒരു സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസത്തിൽ നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററിയിൽ നമ്മൾ ഇത്രയും നേരം ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്, എവിടെ നിന്നാണ് ഫിലോസഫിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ, ഫിലോസഫിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ എവിടെ എത്തി, സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസത്തിൽ എത്തി. ഓക്കെ, വില്യം വൂണ്ടിൻ്റെ ഒക്കെ ഒരു ടൈം എത്തിയപ്പം സൈക്കോളജി എന്തായി, ഒരു സയൻറ്റിഫിക് ഫീൽഡായിട്ട് മാറി. അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ഏറ്റവും ഇൻട്രൊഡക്ടറി പാർട്ടിൽ കൊടുക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സൈക്കോളജി എവിടെ നിന്ന് വന്ന ഡോക്ടറിൻസ് ആണെന്ന് പറയണം, പിന്നെ ആരൊക്കെയാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയണം, എങ്ങനെ സൈക്കോളജി ഒരു സയൻറ്റിഫിക് ഫീൽഡായി എന്നുള്ളത് നമ്മൾ പറയണം, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത മെയിൻ ആളുകൾ ആരൊക്കെയാണ്, വില്യം വൂണ്ട്, വില്യം ജെയിംസ്, പിന്നെ സ്ട്രക്ചറലിസം ആൻഡ് ഫൈനലി ഫങ്ഷണലിസം. ഇതാണ് നിങ്ങളുടെ ഒരു മെയിൻ ഇൻട്രൊഡക്ഷനിൽ വരേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. See you in next class. Bye.